ഈ മലയാളി ഓടിയാണ് ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ ഒന്ന് വിശമാധവനും കല്യാണരാമനും പറക്കുന്നവരെയൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായി ഓഡിയോ ലോഞ്ച് വേദിയിൽ ഇങ്ങനൊരു രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നത്. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ഇങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട, പ്രിൻസ് കാലഘട്ടം, മെയ് 9 നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം, ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്ട് ആവട്ടെ. അതുപോലെ പിന്നോ പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ പിന്നോയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.